തൃശൂരിൽ ബി.ജെ.പിയും ആർ.എസ്.എസും തമ്മിൽ ഇടയുന്നു. ബി.ജെ.പി നിർത്തിയ സ്ഥാനാർത്ഥിയെ മാറ്റണം എന്നുള്ള കഠിനമായ വാശിപ്പുറത്ത് ബി.ജെ.പി നിർത്തുന്നതിനേക്കാൾ ഉപരി രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ തൃശൂരിൽ എം.പി ആയിട്ടുള്ള സുരേഷ് ഗോപിയും പറഞ്ഞ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് ആർ.എസ്.എസ് കഠിനമായി വാശി നേടിയെടുക്കുന്നു. എന്താണ് ബി.ജെ.പിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ബി.ജെ.പിയും ആർ.എസ്.എസും തമ്മിൽ ഇടയുന്നു എന്ന് പറഞ്ഞാൽ ഇന്നിന്റെ കാലത്ത് ബി.ജെ.പി ആർ.എസ്.എസ് ഒന്നും രണ്ടൊന്നുമില്ല. ഇവർ രണ്ടും ഒന്ന് തന്നെയാണ്. അതാണ് അതിന്റെ യഥാർത്ഥമായ സത്യം. പക്ഷെ നോക്കൂ, തൃശ്ശൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ വെറും ഒരു സ്ഥാനാർത്ഥിയല്ല, തൃശ്ശൂർ കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥിയായി ബി.ജെ.പി പരിഗണിച്ചിരുന്ന സ്ഥാനാർത്ഥിയെയാണ് അവിടുത്തെ ഒരു കൂട്ടം ആർ.എസ്.എസ് പ്രവർത്തകരുടെ നിർബന്ധ ബുദ്ധിയെ തുടർന്ന് മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നോക്കൂ, തൃശ്ശൂരിൽ ഇത്തവണ മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സ്വാഭാവികമായും സംവരണ മണ്ഡലമാണ്, വനിതാ സംവരണ മണ്ഡലമാണ്. അപ്പോ ഡോക്ടർ വി ആതിരയാണ് അവരുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി പ്രഖ്യാപിച്ചത്. ഇവര് മുൻ ബി.ജെ.പിയുടെ കൗൺസിലറാണ്, ഈ കഴിഞ്ഞ കൗൺസിൽ ഉണ്ടായിരുന്ന കൗൺസിലർ കൂടിയാണ്, ഇവര് അധ്യാപിക കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായും ബി.ജെ.പിയുടെ ഔദ്യോഗിക നേതൃത്വം നിർദ്ദേശിച്ച പേര് ഡോക്ടർ വി ആതിരയുടേതാണ്. ആതിരയുടെ നേതൃത്വത്തെ സ്ഥാനാർത്ഥിത്വത്തെ ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയും സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവിടുത്തെ ഒരു കൂട്ടം ആർ.എസ്.എസുകാർ പറയുന്നു ആതിരയെ മത്സരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതിന് കാരണങ്ങൾ പലതാണ്. അത് ആതിരയോടുള്ള എതിർപ്പോ മറ്റൊന്നുമല്ല. ആർ.എസ്.എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയങ്കരനായിരുന്ന കാര്യവാഹകായിരുന്ന ജി മഹാദേവന്റെ മകൾ, അതായത് ശ്രീവിദ്യയെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെന്ന ആർ.എസ്.എസിന്റെ പിടിവാശി. പക്ഷെ അവസാന നിമിഷം വരെ രാജീവ് ചന്ദ്രശേഖരനും ടീമും അത് വേണ്ട, മുൻകൂട്ടി നിശ്ചയിച്ച ഈ പറയപ്പെടുന്ന ആതിര മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷെ അവസാന നിമിഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത്. കാരണമുണ്ട്. ഈ ഇങ്ങനെ ഒരു തീരുമാനം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ആതിരയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി ശ്രീവിദ്യയെ പരിഗണിക്കപ്പെട്ടാൽ ആതിര അവിടെ വിമത സ്ഥാനാർത്ഥിയാകാനോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയിൽ നിന്ന് ജനവിധി നേടാനോ ഉള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വം ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തി. പക്ഷെ അവസാന നിമിഷം ആർ.എസ്.എസ് സ്വരം ഘടിപ്പിച്ചപ്പോൾ ബി.ജെ.പിക്ക് അത് അംഗീകരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയായിരുന്നു. നമുക്ക് ഇവിടെ തന്നെ ഇടതുപക്ഷത്ത് നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ സ്വതന്ത്രയാണ് അവിടെ മത്സരിക്കുന്നത്. ലളിതാംബിക എന്ന് പറയുന്ന മുൻ ബി.ജെ.പി കൗൺസിലർ പാർട്ടി മാറി CPI-യിലേക്ക് പോവുകയും പിന്നീട് ഇടതുപക്ഷ സ്വതന്ത്രയായി അവിടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഈ പറയപ്പെടുന്ന 2ാം ഡിവിഷനിലുണ്ട്. ഈ സാഹചര്യം ഈ പറയപ്പെടുന്ന വി ആതിരയെ മാറ്റിയാൽ ആതിര മറ്റു പാർട്ടികളിലേക്ക് പോവുകയോ വിമതയാവുകയോ ചെയ്യും എന്നുള്ള ഭയമാണ് അവസാന നിമിഷം കൊണ്ടുവന്ന ആതിരയല്ല ഔദ്യോഗിക സ്ഥാനാർത്ഥി, മറിച്ച് ശ്രീവിദ്യയാണ് എന്ന ആർ.എസ്.എസിന്റെ തീരുമാനം ബി.ജെ.പി അംഗീകരിക്കേണ്ടതായി വരുന്നു. നോക്കൂ, സുരേഷ് ഗോപിക്ക് അടക്കമുള്ളവർക്ക്, തൃശ്ശൂരിന്റെ എം.പി ആയിരിക്കുന്ന സുരേഷ് ഗോപിക്ക് അടക്കം ആതിരയെ മത്സരിപ്പിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ പിടിവാശിക്ക് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിവാശിക്ക് ആർ.എസ്.എസ് അയഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. അതായത് സുരേന്ദ്രൻ അടക്കമുള്ള മുന്നേ നടന്നു പോയവർ ഉഴുതുമറിച്ചിട്ട് പോയ മണ്ണാണിത്. അവിടെ 20% വോട്ട് ഷെയറിലേക്ക് ബി.ജെ.പിയെ ഒന്നുമില്ലാതിരുന്നിടത്ത് നിന്നും 20% വോട്ട് ഷെയറിലേക്ക് ബി.ജെ.പിയെ എത്തിച്ചു നിർത്തിയിട്ട് പോയ മണ്ണിൽ മുതലാളിയായ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലികളുടെ വോട്ടുകളും ഇവിടുത്തെ പല ഇടങ്ങളിലും, ഇപ്പം തിരുവനന്തപുരം ആയാലും കൊച്ചി ആയാലും ഇവിടേക്കൊക്കെ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ ആയി മൈഗ്രേറ്റ് ചെയ്ത് വന്ന് താമസിക്കുന്ന കുടുംബങ്ങൾ, ഇത്തരക്കാരുടെ, അതായത് ഒരു പുതിയ ടെക്നോളജിയിൽ പുതിയ ഭാവി കാണുന്ന ആളുകളുടെ വോട്ടുകളൊക്കെ സമാഹരിക്കപ്പെടണം, അവരെ കൂടി ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ ബി.ജെ.പി ഇവിടെ അധ്യക്ഷനാക്കി വെക്കുന്നത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്മാരാക്കി പലരെ കൊണ്ടുവന്നപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന്. കുമ്മനം രാജശേഖരൻ വന്നപ്പോഴും നമ്മൾ ആലോചിച്ച് കുമ്മനം രാജശേഖരനെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് കൃത്യമായ ഹിഡൻ അജണ്ടകൾ ഉണ്ടായിരുന്നു. അപ്പോ സുരേന്ദ്രൻ അടക്കമുള്ളവർ പാർട്ടിയുടെ താഴേക്കിടയിൽ കിടക്കുന്ന, സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്നുള്ള ആളുകളെ പാർട്ടിയോട് അടുപ്പിച്ച് നിർത്തിയിടത്ത് നിന്ന് ഇനി വേണ്ടത് എവിടെയാണോ അവരിലേക്ക് പോകാനാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്ന് വെക്കുന്നത്. പക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കേരളത്തിന്റെ രാഷ്ട്രീയം അറിയാത്ത ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ തീരുമാനങ്ങൾ പലതും പാളിച്ചകളാണ് എന്ന് കൃത്യമായി ആർ.എസ്.എസിന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന രീതി, അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വലിച്ചെറിയപ്പെടുന്ന വലിയ ധനവിനിയോഗം, ഇതിനെയൊക്കെ സംഘം അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. അല്ല, അതിനേക്കാൾ ഉപരി പറയുന്നത് പോലെ ബി.ജെ.പി ആർ.എസ്.എസ് ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ പോലും ആർ.എസ്.എസിന് പ്രത്യേകിച്ചുള്ള പ്രാതിനിധ്യം അല്ലെങ്കിൽ ഇതുവരെ കിട്ടുന്ന പ്രാതിനിധ്യം ഇല്ലാതെ ആകുന്നു എന്നുള്ളൊരു കാരണം അല്ല, അങ്ങനെ ഒരു കാരണവശാലും ഇന്ത്യയിൽ സംഭവിക്കില്ല എന്നുള്ളതാണ്. സംഘത്തിന് മുകളിലേക്ക് നമുക്ക് പുറമെ സാധാരണക്കാർക്ക് നോക്കുമ്പോൾ സംഘത്തെക്കാൾ വലുതാണ് ബി.ജെ.പി എന്ന് തോന്നുന്നു. ഒന്നുമല്ല, ഇതിന്റെയൊക്കെ അടിസ്ഥാനം ബേസ് എന്ന് പറയുന്നത് ആർ.എസ്.എസ് ആണ്, രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. അവരവിടെ കാര്യങ്ങൾ തീരുമാനിക്കും. ഇന്ത്യയിൽ ആര് പ്രധാനമന്ത്രി ആകണമെന്നും ഇന്ത്യയിൽ ആര് രാഷ്ട്രപതി ആകണമെന്നും ഇന്ന് തീരുമാനിക്കുന്നത് ആർ.എസ്.എസ് ആണെങ്കിൽ
കേരളത്തിലും അത് തന്നെ സംഭവിക്കും. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ, ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വരികയാണ്, ഇത്തരത്തിലൊരു പോയിന്റിലേക്ക് കൊണ്ടുവന്നു. അതായത് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ബിസിനസ്സുകാരെയൊക്കെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ മറന്നുപോയ ഒരു കാറ്റഗറിയാണ് സുരേന്ദ്രൻ അടക്കമുള്ള മുന്നേ പോയ ആളുകൾ ചേർത്ത് പിടിച്ചു നിർത്തിയ സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്. ഈ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും ഈ പാർട്ടിക്ക് വേണ്ടി ബലിദാനികളാകാനും വരെ പോയ ആളുകളുണ്ട് ഇവിടെ, ഇല്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ദിവസം വെറുതെ കൊണ്ടുവന്ന് അങ്ങോട്ട് വിത്ത് വാരി എതിറിട്ട് വളമാരി എതിറിട്ട് വളർന്നു വന്ന പ്രസ്ഥാനമല്ല BJP. എവിടെ? കേരളത്തിൽ. BJP ഇവിടെ വളർന്നത് കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെയാണ്, കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തതാണ്. ഈ അജണ്ടകളെല്ലാം സെറ്റ് ചെയ്യപ്പെട്ടത് RSSന്റെ നേതൃത്വത്തിലാണ്. അപ്പോ സാധാരണക്കാർക്ക് വലിയ പരിഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് സദാനന്ദൻ മാഷിനെ പോലെയുള്ള ഒരാളെ RSS നോമിനിയായി രാജ്യസഭയിലേക്ക് അയക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അന്ന് ഉയർന്നു കേട്ട, പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കേട്ട ഒരു വാദമുഖമാണ് RSS എന്തുകൊണ്ട് സദാനന്ദ മാഷിനെ പോലെ ഒരാളെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോയത് എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ അടിസ്ഥാനം, അതായത് ഏതൊരു പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാധാരണക്കാരാണ്. പാർട്ടിക്ക് വേണ്ടി ചുവരെഴുതുന്നവർ, പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്നവർ, പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, സമ്പർക്കങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. ഇവർക്ക് ഒരാളുണ്ടാകണം സംസാരിക്കാൻ. രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലെത്തി രാജീവ് ചന്ദ്രശേഖരൻ ഒന്ന് കാണാൻ സാധാരണക്കാരായ പ്രവർത്തകർക്ക് അവകാശമില്ല എന്നുള്ളതാണ്. അദ്ദേഹം മണിമാളിക തീർത്ത മണിമാളികയ്ക്ക് മുകളിൽ ആര് തീർത്ത മണിമാളിക? ഇവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർ തീർത്തു കൊടുത്ത, പിരിവെടുത്ത് കൊടുത്ത പൈസ കൊണ്ട്, അല്ലെങ്കിൽ സെൻട്രലിൽ നിന്ന് വന്ന കൊടുത്ത പൈസ കൊണ്ടൊക്കെ ആ സുഖസൗകര്യങ്ങൾ ആസ്വദിച്ച് അദ്ദേഹം ഇങ്ങനെ പോവാണ്. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആളുകളെ മാത്രം കണ്ടുകൊണ്ട് പോകുമ്പോ അവിടെ സാധാരണക്കാരുടെ ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടാകണം എന്ന ചിന്തയിൽ നിന്നാണ്, അല്ലെങ്കിൽ സാധാരണക്കാരെ സമാധാനം, നിങ്ങൾക്കൊപ്പവും പാർട്ടി ഉണ്ട് അല്ലെങ്കിൽ സംഘമുണ്ട് എന്ന് ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി സംഘം നിർദ്ദേശിച്ചതാണ് ഈ പറയപ്പെടുന്ന സദാനന്ദ മാഷിന്റെ രാജ്യസഭ അംഗത്വം എന്ന് പറയുന്നത്. ഇത് കൃത്യമായി അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് വന്നപ്പോൾ ഇവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. BJPക്ക് ഒരു തെറ്റ് പറ്റിയോ എന്നൊരു സംശയം ഇന്നത്തെ BJPയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കൂ, സുരേന്ദ്രനൊക്കെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ കൃത്യമായ ചില കരുനീക്കങ്ങൾ ഉണ്ടായിരുന്നു, ചില അജണ്ടകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ അദ്ദേഹം വയനാട് മത്സരിക്കാൻ പോയപ്പോ ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണം എന്നൊരു വലിയ വാദമുഖമായിട്ട് വന്നു, ഗണപതി വട്ടം എന്നാക്കണം. പക്ഷേ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും ആ ഇലക്ഷൻ റിസൾട്ട് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകും കൃത്യമായത് അവിടെ ഏറ്റിട്ടുണ്ട്. ഒരു BJP സംസ്ഥാന അധ്യക്ഷൻ, കോൺഗ്രസിന്റെ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും ദേശീയതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മുഖമായ രാഹുൽ ഗാന്ധിക്കെതിരെ അവിടെ മത്സരിക്കാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവണം. നാണക്കേടല്ലേ ഇല്ലെങ്കിൽ? അവിടെ CPIയുടെ ദേശീയ നേതാവ് ആനി രാജ മത്സരിക്കുന്നു, ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അപ്പോ സെൻട്രലിൽ നോക്കുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് മത്സരിപ്പിക്കുകയാണ്. നമുക്കേ അറിയാവൂ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്താണ് ഏതാണെന്നുള്ളത്. ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ അദ്ദേഹം ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു. മാധ്യമങ്ങളുടെ ശ്രദ്ധ രാഹുൽ ഗാന്ധിയിൽ നിന്ന് തന്നിലേക്ക് വരണം എന്നൊരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം അവിടെ അങ്ങോട്ട് പ്രൊപ്പഗാണ്ട കൊണ്ടുവരുന്നു. അതവിടെ സക്സസ് ആയി. വോട്ട് ഷെയറിൽ വലിയ മാറ്റം ഉണ്ടായി. വോട്ട് ഷെയർ വർദ്ധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ലക്ഷ്യം വെച്ചത് ഹൈന്ദവ വോട്ടുകളുടെ ഏകോപനമാണ്. സുൽത്താന്റെ വാട്ടറി ഇരിക്കുന്ന കടയല്ല അത് ഗണപതി വട്ടമാണ്. അവിടെ ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു പേര് എന്ന് പറയുമ്പോൾ അതൊരു വർഗീയതയുടെ വിത്തിലാണ് അവിടെ. എങ്കിൽ പോലും രാഷ്ട്രീയപരമായി ചിന്തിക്കുമ്പോൾ അവർ തന്നെ പറയുന്നത് എന്താണ്? ഭഗവത്ഗീതയിലെ വാചകങ്ങളെ വളച്ചൊടിക്കുകയാണ്. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുമ്പോൾ അവർ ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് അവരവിടെ എത്തുകയാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ഒന്നാം സ്ഥാനത്ത് എത്തിയതെന്ന് നമ്മൾ മറന്നുപോകരുത്. അപ്പോ അതിനെയൊക്കെ താഴോട്ട് വലിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ BJP ചെയ്യുന്നത് എന്താ? കുറെ പേരെ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കാഹളം ഉണ്ടാക്കിക്കൊണ്ട് കുറെ പേരെ പർച്ചേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എവിടെ ചെല്ലാൻ പറ്റുമെന്നാണ്. അടിത്തറയിൽ പ്രവർത്തനങ്ങളില്ല. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും UDF ഒരു വലിയ രീതിയിലുള്ള മുന്നോട്ടം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലഭിച്ചിട്ടുണ്ട്. അവിടെയും പ്രശ്നങ്ങളുണ്ട്, ഇവിടെ സ്ഥാനാർത്ഥിമാരുണ്ട്, മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ജനം ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുമ്പോൾ ആ മാറ്റം BJPക്ക് വേണ്ടി ആയിരിക്കുമോ എന്ന് ചിന്തിച്ചെടുത്ത് നിന്ന് അല്ല, അത് UDF വേണ്ടി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ടോ? അതിന് കാരണക്കാരൻ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. സ്വയം വിലയിരുത്തുക, മാറ്റുക ഇല്ലെങ്കിൽ BJPക്ക് അത് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും. അല്ല, കേരളത്തിലെ ചിലയിടങ്ങളിൽ BJPക്ക് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ ഒന്നിലധികം സ്ഥാനാർത്ഥികളായതുകൊണ്ട് ആരെ പ്ലേസ് ചെയ്യണമെന്ന് അറിയാത്തൊരു കൺഫ്യൂഷനിലുണ്ടായിരുന്നു. അല്ല, അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ നാട്ടില് അത്യാവശ്യം BJPക്ക് വേറെ ഓട്ടമുള്ള ഒരു നോടാ, ഞാൻ അവിടുത്തെ ഒരു BJP നേതാവുമായിട്ട് ഞാൻ ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം പറഞ്ഞു 2 വാർഡുകളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായില്ല. കാരണം ഇന്നലെ നോമിനേഷൻ കൊടുക്കുന്ന അവസാന തീയതിയാണ്. സ്ഥാനാർത്ഥികളെ കിട്ടാത്ത പാടുകൾ പലയിടങ്ങളിലുമുണ്ട്. അതെ, ഈ 2 മാത്രമല്ല, പാലക്കാട് 43ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇല്ല എന്ന് പറഞ്ഞുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് BJPക്ക്. അല്ല, അത് പാലക്കാടൊക്കെ സംഭവിക്കുന്നത് തർക്കങ്ങളാണ്, ഇന്നലെ തർക്കങ്ങളാണ്. അവിടെ സ്ഥാനാർത്ഥിമാരെ കിട്ടായികയല്ല. അപ്പൊ കണ്ണൂരിൽ ചിലയിടങ്ങളിലൊക്കെ
എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അത് പാർട്ടി ഗ്രാമങ്ങളാണ്. അവിടെ പോയി ജീവഭയമുള്ളവർക്കൊന്നും പോയി മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇത് അതൊന്നുമില്ലാത്ത ജനാധിപത്യത്തിന്റെ എല്ലാ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളുടെ കൊല്ലം പോലെയുള്ള ഒരു നാട്ടില് ബിജെപിക്ക് മത്സരിക്കാൻ ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാന നിമിഷം ആരെങ്കിലും കൊണ്ടുവന്ന് ഡെമോണേഷൻ കൊടുത്തിട്ടുണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ ബിജെപി കണ്ണു തുറന്നൊന്ന് കാണണം. നിങ്ങള് മോദി പ്രഭയില് കണ്ണു മഞ്ഞളിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നത്തെ ബിജെപിയുടെ നേതൃത്വത്തിനോട് പറയാണ്, നമുക്കത് പറയേണ്ട കാര്യമൊന്നുമില്ല, എങ്കിൽ പോലും പറയാതിരിക്കാൻ സാധിച്ചിരിക്കില്ല. അവരും വേണമെന്നേ ഇവിടെ, അവരും വേണം. വർഗീയതയില്ലാത്ത ബിജെപിയും കൂടി ഇവിടെ വേണം. പക്ഷെ ഇവര് കണ്ണ് മഞ്ഞളിച്ചിരിക്കുക. ഇവരെ ആരൊക്കെയോ പറയാണ്, അങ്ങനെയൊന്നും അല്ല. രാജീവ് ചന്ദ്രശേഖരൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആർജി വന്നു, മാറ്റം വരാൻ പോകുന്നു, വികസനം വരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി കാലുകുത്തുമ്പോ ദീപം വന്ന റീലൊക്കെ ഇട്ടെന്ന് പറഞ്ഞ് ജനമങ്ങ് ആവേശത്തോടെ ചെന്ന് വോട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ വേടനോ ഒന്നും അല്ലല്ലോ അങ്ങനെ റീല് കണ്ടിട്ട് വേടനാരും വോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന് വോട്ട് വേണ്ടേ? വോട്ട് വേണ്ടേന്നേ. നിങ്ങൾ എന്തോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇതിനു മുന്നേ ഇരുന്നവർ വലിയ തരത്തിൽ ഉണ്ടാക്കി വെച്ചൊരു വലിയ പ്ലാറ്റ്ഫോമിനെയാണ് ഇന്ന് അടിച്ച് താഴ്ത്തുള്ളൂ. ആരൊക്കെയോ ഉപദേശകരായിട്ടുണ്ട്. ഇവര് പറയാണ് കുറച്ച് പൈസ അവിടെ ചെലവാക്ക്, കുറച്ച് പൈസ ഇവിടെ ചെലവാക്ക്, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി സംവിധാനങ്ങൾ അങ്ങ് ചലിച്ചോളും. അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന ആളുകൾ ഈ പാർട്ടിക്ക് വേണ്ടി ബിജെപിക്ക് വേണ്ടി ബിജെപിയിലേക്ക് പോയവരാരാ? ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ഒക്കെ തന്നല്ലേ. അപ്പൊ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നവരല്ലേ. അവർക്കറിയാലോ അവിടെ കിട്ടുന്ന ജനാധിപത്യത്തിന്റെ സുഖം എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് അവിടേക്ക് ചെല്ലുമ്പോ ഇതില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അവന്റെ പഴയ പ്രസ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ അരാഷ്ട്രീയവാദത്തിലേക്കോ പോകുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ഇല്ല.